നിങ്ങളിപ്പോ ഹോസ്പിറ്റലല്ലേ? അതെ. അഡ്മിറ്റ് അല്ലല്ലോ. അല്ല. അപ്പോ യെസ്, അതായത് ഞാനിവിടെ അഡ്മിറ്റ് അല്ല, ഞാനിപ്പോ ഒരാളെ കാണാൻ വന്നതാണ്. അപ്പോ നമ്മൾ അഡ്മിറ്റ് ആവുമ്പോഴാണ് ഐ ആം ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ അഡ്മിറ്റ് അല്ലാത്ത സമയത്ത് നമ്മൾ ഐ ആം അറ്റ് ദ ഹോസ്പിറ്റൽ എന്ന് പറയാം. ഐ ആം അറ്റ് ദ ഹോസ്പിറ്റൽ. ഓക്കെ, ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പോ കണ്ടോ, ഇപ്പൊ ഇവര് ഇവിടെ വർക്ക് ചെയ്യാണ്. അപ്പോ ഞാൻ പറഞ്ഞത് ഷീ വർക്ക്സ് അറ്റ് ദ ഹോസ്പിറ്റൽ എന്ന് പറയാം. ഷീ വർക്ക്സ്, കാരണം ഇവിടെ അഡ്മിറ്റ് അല്ല, ഇവിടെ വർക്ക് ചെയ്യാണ്. അപ്പൊ ഷീ വർക്ക്സ് അറ്റ് ദ ഹോസ്പിറ്റൽ. മനസ്സിലായോ? ഇനി സപ്പോസ് ഇപ്പോ എന്റെ കൈ ഒടിഞ്ഞു എങ്ങനെ പറയാം? ഐ ബ്രോക്ക് മൈ ഹാൻഡ്. യെസ്, അടിപൊളി. ഐ ബ്രോക്ക് മൈ ഹാൻഡ് എന്ന് പറയും. അപ്പോ ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ കൈ ഒടിഞ്ഞിട്ട് ഞാൻ ഇവിടെ അഡ്മിറ്റ് ആകുമ്പോൾ ഐ ആം ഇൻ ദ ഹോസ്പിറ്റൽ എന്നാണോ അറ്റ് ദ ഹോസ്പിറ്റൽ എന്നാ പറയാ? കാരണം ഞാൻ അഡ്മിറ്റ് ആണ്. അപ്പൊ ഐ ആം ഇൻ ദ ഹോസ്പിറ്റൽ ബിക്കോസ് ഐ ബ്രോക്ക് മൈ ലെഗ് അല്ലെങ്കിൽ ഹാൻഡ്, അങ്ങനെ പറയാം. അപ്പോൾ ശരിക്കും നോട്ട് ചെയ്തോട്ടോ, എന്റെ കൈ ഒടിഞ്ഞു, ഐ ബ്രോക്ക് മൈ ഹാൻഡ്, ഐ ബ്രോക്ക് മൈ ലെഗ് എന്നൊക്കെ പറയും. ക്ലിയർ? ഇനി അറ്റന്റെ വേറൊരു സംഭവം പറയാം. ഇപ്പൊ എന്നോട് ചിരിച്ചു. ഇപ്പോ ഞാൻ പറയണേ അവൾ എന്നോട് ചിരിച്ചു. ഷീ സ്മൈൽഡ് ടു മീ എന്ന് പറയില്ല, സ്മൈൽഡ് അറ്റ് മീ എന്ന് പറയാം. ഓക്കെ, ഷീ സ്മൈൽഡ് അറ്റ് മീ, അവൾ എന്നോട് ചിരിച്ചു. ഇനി അവൾ എന്നെ നോക്കി എന്ന് പറയാം. ഷീ ലുക്ഡ് ടു മീ എന്ന് പറയില്ല, അതിന്റെ കൂടെ അറ്റ്, ഷീ ലുക്ഡ് അറ്റ് മീ എന്ന് പറയാം. ഷീ ലുക്ഡ് അറ്റ് മീ. ക്ലിയർ? അതുപോലെ തന്നെ ഇപ്പൊ അവള് മാത്സിൽ അടിപൊളിയാണ്, എങ്ങനെ പറയാ അറിയോ? അവള് മാത്സിൽ അടിപൊളിയാണ്. ഓക്കെ, ഞാൻ പറയാം. ഇപ്പൊ അവള് മാത്സിൽ അടിപൊളി, നമ്മൾ എപ്പോഴും പറയും. ഇപ്പൊ ഷീ ഈസ് ഗുഡ് അറ്റ് മാത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അറ്റ്. ഓക്കെ, ഇപ്പൊ അവള് കുക്കിങ്ങിൽ പുലിയാണ്. ഇപ്പൊ ഇവര് കുക്കിങ്ങിൽ പുലിയാണെങ്കിൽ എങ്ങനെ പറയാ? ഷീ ഈസ് ഗുഡ് അറ്റ് കുക്കിംഗ് എന്ന് പറയാം. ഷീ ഈസ് ഗുഡ് ഇൻ കുക്കിംഗ് പറയരുത്, ഷീ ഈസ് ഗുഡ് അറ്റ് കുക്കിംഗ്. മനസ്സിലായോ? ഇനി ഡാൻസിങ്ങിൽ പുലിയാണെങ്കിൽ ഷീ ഈസ് ഗുഡ് അറ്റ് ഡാൻസിങ്. കണ്ടോ? അപ്പൊ ഈ അറ്റ് ഒരുപാട് പഠിക്കാണ്ട്, ഇനിയും ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷനുള്ള സംഭവമാണ്. അപ്പൊ ഇതെല്ലാം നമ്മളെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ കോഴ്സാണ്. നിങ്ങൾ ഫ്രീ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാം. വളരെ ചെറിയ ഫീ ആണ്. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാം. നല്ല റിസൾട്ട് ആണ്. റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട്. മുകളിൽ ബയൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്. താങ്ക് യു.